ഹലോ നമസ്കാരം. ചലഞ്ചർ ആപ്പിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അറിയാലോ CPOയുടെ എക്സാം ആണ്. അതിനകത്ത് സ്പെഷ്യൽ ടോപ്പിക്കായിട്ടുള്ള IT ആക്ട്, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പം ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ IT ആക്ട് 2000 ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. നമുക്ക് ഓരോരോ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്യുന്നതിനുള്ള ശിക്ഷ എന്താണ്? കമ്പ്യൂട്ടർ ഹാക്കിംഗ് എന്ന് പറയുന്നത് ഒരു ക്രിമിനൽ കുറ്റമാണെന്നറിയാം, സൈബർ ക്രൈമാണെന്നറിയാം. അപ്പോൾ ആ കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്യുന്നതിന് കൊടുക്കുന്ന പരമാവധി ശിക്ഷ എന്താണെന്നാണ് ചോദ്യം. ഓപ്ഷനുകളുണ്ട്. ഒന്ന് 3 വർഷം തടവ്, അല്ലെങ്കിൽ 10 ലക്ഷം രൂപ പിഴ, അല്ലെങ്കിൽ രണ്ടും. ജീവപര്യന്തം, 3 വർഷം തടവ് അല്ലെങ്കിൽ 5 ലക്ഷം രൂപ പിഴയും, അല്ലെങ്കിൽ രണ്ടും കൂടെ. 3 വർഷം തടവ് അല്ലെങ്കിൽ 2 ലക്ഷം രൂപ പിഴ, അല്ലെങ്കിൽ രണ്ടും. ഇത് 4 ഓപ്ഷനുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതാ ഉത്തരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും ജീവപര്യന്തം ആകില്ല. ജീവപര്യന്തം ഒരിക്കലും ഈ പറയുന്ന സൈബർ ക്രൈമിന്റെ ഒരു കുറ്റമായിട്ട് വരത്തില്ല. ജീവപര്യന്തം സൈബർ ക്രൈമിന്റെ കുറ്റമായിട്ട് വരുന്ന ഒരൊറ്റ സൈബർ ക്രൈമേ ഉള്ളൂ. അത് നമ്മുടെ സൈബർ ടെററിസമാണ്. സൈബർ ടെററിസത്തിന് മാത്രമേ ജീവപര്യന്തം ഒരു ശിക്ഷയായിട്ട് കൊടുക്കാറുള്ളൂ. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ഇതിനകത്ത് ഉത്തരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ സി ആണ് ഉത്തരം. 3 വർഷം തടവ് അല്ലെങ്കിൽ 5 ലക്ഷം രൂപ പിഴ, അല്ലെങ്കിൽ രണ്ടും കൂടെ. ഈ ഒരു ഓപ്ഷനാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഒന്നുകിൽ 3 വർഷം എന്ത് കൊടുക്കും, ശിക്ഷ കൊടുക്കും, അല്ലെങ്കിൽ 5 ലക്ഷം രൂപ പിഴ അടയ്ക്കാൻ പറയും, ഇല്ലെങ്കിൽ രണ്ടും കൂടെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതാണ് ഹാക്കിംഗ് പോലെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് കൊടുക്കാറുള്ള പരമാവധി ശിക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനൊരു ചോദ്യം ചോദിക്കും. ഹാക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കണം, ഹാക്കിങ്ങുമായി ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണെന്ന് അറിഞ്ഞിരിക്കണം. അവിടെ IT ആക്ടിൻ്റെ സെക്ഷൻ ഏതാണെന്ന് അറിഞ്ഞിരിക്കണം. ഹാക്കിങ്ങുമായി ബന്ധപ്പെട്ട സെക്ഷൻ എന്ന് വെച്ചാൽ 66 ആണ്, ഓർത്തിരിക്കുക. 66ാമത്തെ വകുപ്പാണ് ഹാക്കിങ്ങുമായി ബന്ധപ്പെട്ട. IT ആക്ടിലെ സെക്ഷൻ 66 ആണ് ഹാക്കിങ്ങുമായി ബന്ധപ്പെട്ട വകുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ശിക്ഷാരീതി ഓർത്തിരിക്കണം. 3 വർഷവും 5 ലക്ഷം രൂപയാണ് അതിൻ്റെ ഒരു ശിക്ഷാരീതി എന്ന് പറയുന്നത്. ഇതായിരുന്നു ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. മുമ്പ് ചോദിച്ചുള്ള ചോദ്യമാണ്. അപ്പോൾ ഇത് ഇനി ആവർത്തിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ നോക്കുക. നമ്മൾ വീണ്ടും അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മുൻകൂർ അനുമതിയില്ലാതെ കമ്പ്യൂട്ടറുകൾ ആക്സസ് ചെയ്യുന്നത് ഡാഷ് പ്രകാരം വരുന്ന ഒരു സൈബർ കുറ്റകൃത്യമാണ്. അതായത് മറ്റൊരാളുടെ അനുവാദമില്ലാതെ നമ്മൾ എന്ത് ചെയ്യുന്നു, അയാളുടെ കമ്പ്യൂട്ടറിലേക്ക് കടന്നു കയറുകയും അവിടുത്തെ വിവരങ്ങൾ എടുക്കുകയും ആ കമ്പ്യൂട്ടറിനെ അല്ലെങ്കിൽ എന്തെങ്കിലും മോശമായിട്ടുള്ള രീതിയിലുള്ള വിവരങ്ങൾ നമ്മൾ എടുക്കുകയും അയാളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുക. അതായത് കമ്പ്യൂട്ടറിലെ വിവരങ്ങൾ ആക്സസ് ചെയ്യുക അയാളുടെ അനുവാദം ഇല്ലാതെ. ഇത് ഏത് വകുപ്പ് പ്രകാരമാണ് കുറ്റകൃത്യമാകുന്നതെന്ന് ചോദിച്ചാൽ കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യനിൽ തന്നെ അതിൻ്റെ ഉത്തരം ഉണ്ടായിരുന്നു, അല്ലയോ? ഏത് വകുപ്പാണ്? ഇതിനെ ഹാക്കിംഗ് എന്നാണ് നമ്മൾ പറയുന്നത്, അല്ലേ? ഇങ്ങനെ മറ്റൊരാളുടെ സമ്മതമില്ലാതെ മറ്റൊരാളുടെ കമ്പ്യൂട്ടറിലേക്ക് കയറുന്ന നമ്മൾ വിളിക്കുന്ന പേര് ഹാക്കിംഗ് എന്നാണ്. അപ്പോൾ ഹാക്കിംഗ് ഒരു കുറ്റമാവുന്ന വകുപ്പ് ഏതാണ്? പഠിച്ചിട്ടുണ്ട് നമ്മൾ, ഏതാണ് ഹാക്കിംഗ് ഒരു കുറ്റമാവുന്ന വകുപ്പ്? വകുപ്പ് 66 ആ. കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞോളൂ, അല്ലയോ? IT ആക്ട് സെക്ഷനിലെ 66 ആണ് എന്തെന്ന് പറയുന്നത്, ഹാക്കിംഗ് ഒരു കുറ്റമാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ ഏതാണ്? ആൻസർ ബി ആണ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ തിരിഞ്ഞിടപ്പുണ്ട്, സാരമില്ല. ബി, ഓപ്ഷൻ ബി, വകുപ്പ് 66 ആണ് എന്തെന്ന് പറയുന്നത് ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് 2-3 വകുപ്പുകൾ വേറെ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. എന്താണ്? വകുപ്പ് 65 കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് അറിയണം, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ സോഴ്സ് കോഡിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്നതുമായി ബന്ധപ്പെട്ട വകുപ്പാണ് എന്ത്, 65. നമ്മുടെ കമ്പ്യൂട്ടറിന് എല്ലാവരും ഓരോ സോഴ്സ് കോഡ്, ഓരോ പ്രോഗ്രാമിംഗ് ചെയ്ത് വെച്ചേക്കുമായിരിക്കുമല്ലോ. അപ്പോൾ അതിൽ എന്തെങ്കിലും മാറ്റം വരുത്തുമ്പോൾ എന്ത് സംഭവിക്കും? കമ്പ്യൂട്ടറിന്റെ ഓവറോൾ ആയിട്ടുള്ള മൊത്തം ഘടനയ്ക്ക് എന്ത് ചെയ്യും? മാറ്റം വരും. അപ്പൊ അങ്ങനെ മാറ്റം വരുത്തുന്നതിന് കൊടുക്കുന്ന ശിക്ഷകൾ പറയുന്ന വകുപ്പാണ് എന്ത്, 65 എന്ന് പറയുന്നത്. അതായത് കമ്പ്യൂട്ടറിന്റെ ബേസിക് ആയിട്ടുള്ള കോഡിൽ എന്ത് ചെയ്യുന്നു, മാറ്റങ്ങൾ വരുന്നു. പല രീതിയിൽ മാറ്റങ്ങൾ വരുത്താം, അല്ലേ? വൈറസ് അറ്റാക്കിലൂടെ മാറ്റങ്ങൾ വരുത്താം, അല്ലെങ്കിൽ അതിനകത്ത് നമുക്ക് എന്താണ് മനഃപൂർവ്വം മാറ്റങ്ങൾ വരുത്താം. ഇതെല്ലാം വരുന്ന ഏത് വകുപ്പിലാണ്? 65 എന്നുള്ള സെക്ഷനിലാണ് വരുന്നത്. ഓക്കെ, അപ്പം അടുത്തൊരു സെക്ഷൻ ഉണ്ട്, എന്താ? 68, 68 ഉണ്ട്. എന്താണത്? ഈ വകുപ്പ് പറയുന്നത് സർട്ടിഫൈങ് ഏജൻസി. സർട്ടിഫൈ ഏജൻസികളെ കൺട്രോൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വകുപ്പാണെന്ത്, ഈ ഒരു വകുപ്പ്. സർട്ടിഫൈങ് ഏജൻസികളെ കൺട്രോൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വകുപ്പാണെന്ത്, ഈ പറയുന്ന 68 എന്ന് പറയുന്ന വകുപ്പ്. അപ്പോൾ എന്താണ് സർട്ടിഫൈങ് ഏജൻസി എന്ന് അറിയണം. അതായത് നമുക്ക് ഡിജിറ്റൽ സിഗ്നേച്ചറുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. നമ്മുടെ ഡിജിറ്റൽ സിഗ്നേച്ചറുകൾ പ്രൊവൈഡ് ചെയ്യുകയും അത് എന്താണ് അപ്രൂവ് ചെയ്യുന്നൊക്കെ സ്ഥാപനങ്ങൾ കാണും, അല്ലേ? അങ്ങനെയുള്ള സ്ഥാപനങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, സർട്ടിഫൈങ് അതോറിറ്റി, അല്ലേ? നമ്മുടെ പല കാര്യങ്ങളും നമുക്ക് അംഗീകരിച്ച് തരുന്ന അതോറിറ്റികളെ വിളിക്കുന്ന പേരാണെന്ത്, സർട്ടിഫൈങ് അതോറിറ്റി, അല്ലേ? അവരെ കൺട്രോൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വകുപ്പാണെന്ത്, 68 എന്ന് പറയുന്ന വകുപ്പ്. ഓക്കെ, ഓർത്തിരിക്കുക. ഇനി അടുത്ത വകുപ്പാണെന്ത്, 70, വകുപ്പ് 70 എന്ന് പറയുന്നത്. 70 എന്ന് പറയുന്നത് എന്താണ് വകുപ്പ്? നമ്മുടെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള, ക്രൂഷ്യൽ ആയിട്ടുള്ള ഡേറ്റകൾ
സ്റ്റോർ ചെയ്ത് വെക്കുന്നതുമായി ബന്ധപ്പെട്ട വകുപ്പ്. അതായത് അത്തരം ഡേറ്റകൾ എങ്ങനെ സ്റ്റോർ ചെയ്യണം? വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് മാത്രമേ സ്റ്റോർ ചെയ്യൂ. അതാരും ആക്സസ് ചെയ്യാൻ പാടില്ല അല്ലയോ? നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഡേറ്റകൾ അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള നമ്മുടെ വിവരങ്ങൾ അല്ലയോ? നമ്മുടെ ഐഡന്റിറ്റിയെ വെളിപ്പെടുത്തുന്ന വിവരങ്ങളൊക്കെ ഉണ്ടല്ലോ. ഉദാഹരണത്തിന് ആധാർ കാർഡിലെ വിവരങ്ങൾ അല്ലയോ? അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ എന്ത് ചെയ്യണം? വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് മാത്രമേ എന്ത് ചെയ്യാവൂ? സൂക്ഷിച്ചു വെക്കാം അല്ലയോ? അതുമായി ബന്ധപ്പെട്ട് പറയുന്ന വകുപ്പാണെന്ത്? 70 എന്ന് പറയുന്നത്. അപ്പോൾ ഈ വകുപ്പിന്റെ പ്രത്യേകത, ഈ വകുപ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ 10 വർഷം വരെ ശിക്ഷ കൊടുക്കാവുന്ന വകുപ്പാണ് കേട്ടോ. എത്ര? 10 വർഷം വരെ ശിക്ഷ കൊടുക്കാം. ഇതൊരു നോൺ ബെയിലബിൾ ഒഫൻസ് കൂടെയാണ് കേട്ടോ. നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. അതായത് നമുക്ക് ജാമ്യം കിട്ടത്തില്ല. ജാമ്യം കിട്ടുന്ന വകുപ്പല്ല ഇത് ഈ പറയുന്ന സെക്ഷൻ 70 എന്ന് പറയുന്നത്. കാരണം 10 വർഷം വരെയാണ് അതിന്റെ ശിക്ഷ എന്ന് പറയുന്നത്. 10 വർഷം വരെ ശിക്ഷ പോകുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ എന്ത് ചെയ്യത്തില്ല? ബെയിൽ കിട്ടത്തില്ല. നോൺ ബെയിലബിൾ ആയിട്ടുള്ള ഒഫൻസ് ആണ് എന്തെന്ന് പറയുന്നത് ഈ വകുപ്പ് 70 എന്ന് പറയുന്ന വകുപ്പ്. അപ്പോൾ ഇതിന്റെ ഉത്തരം ഏതാണ്? മുൻകൂർ അനുമതി ഇല്ലാതെ കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്യുന്നത് അല്ലെ ആക്സസ് ചെയ്യുന്നത് എന്തുവാ? 66 പ്രകാരം എന്താണ്? കുറ്റമാണ്. ആൻസർ സെക്ഷൻ 66. ഓക്കെ, ഓർത്തിരിക്കും. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? മിസ്റ്റർ എ ഒരു ഓഫീസിൽ ജോലി ചെയ്യവേ സഹപ്രവർത്തകരായ ചില വ്യക്തികൾക്ക് ഇമെയിലുകൾ മുഖേന അശ്ലീല ചിത്രങ്ങൾ അയച്ചു. അതായത് എ എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്തു? ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ കൂടെ ഉള്ളവർക്ക് എന്ത് ചെയ്തു? അശ്ലീല ചിത്രങ്ങൾ അയച്ചു. മിസ്റ്റർ എയുടെ പ്രവൃത്തി ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 താഴെ കൊടുത്തിട്ടുള്ള ഏത് വകുപ്പിന്റെ ലംഘനമാണ്? അതായത് പുള്ളി ചെയ്ത പ്രവൃത്തി താഴെ കൊടുത്ത ഏത് വകുപ്പിന്റെ ലംഘനമാണെന്ന്. അതായത് എന്ത് ചെയ്തു? അശ്ലീലമായിട്ടുള്ള ചിത്രങ്ങൾ തന്റെ സഹപ്രവർത്തകർക്ക് എന്ത് ചെയ്തു? അയച്ചു കൊടുത്തു. അപ്പോൾ ഇത് ഏത് വകുപ്പ് പ്രകാരം നോക്കെ? സെക്ഷൻ 66F ഉണ്ട്. രണ്ടാമത്തെ ഓപ്ഷൻ സെക്ഷൻ 68A. മൂന്നാമത്തെ ഓപ്ഷൻ സെക്ഷൻ 67A. നാലാമത്തെ ഓപ്ഷൻ സെക്ഷൻ 77B. ഏത് ഓപ്ഷനാണ് വരുന്നത്? നോക്കേ, നമുക്കറിയാം ഏതാണ്? സെക്ഷൻ 67A എന്ന വകുപ്പാണ് ഇതിന്റെ ആൻസർ. എന്താണ് സെക്ഷൻ 67A പറയുന്നത്? ഈ വകുപ്പ് പോർണോഗ്രഫിയുമായി ബന്ധപ്പെട്ട വകുപ്പ് അല്ലേ? പോർണോഗ്രഫി, അതായത് അശ്ലീലമായിട്ടുള്ള ചിത്രങ്ങൾ എന്ത് ചെയ്യുക? നിർമ്മിക്കുക, അതെന്ത് ചെയ്യുക? ഓൺലൈനിലൂടെ പ്രചരിപ്പിക്കുക. അതുമായി ബന്ധപ്പെട്ട വകുപ്പാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന സെക്ഷൻ 67A എന്ന് പറയുന്ന വകുപ്പ്. അപ്പോൾ അത് ഇതുമായി ബന്ധപ്പെട്ടു ഇല്ലേ? അശ്ലീല ചിത്രങ്ങൾ അയക്കുകയാണല്ലോ. സോ ഈ വകുപ്പ് പ്രകാരം എന്താണ്? അതൊരു കുറ്റകരമാണ്. അപ്പോൾ ഈ വകുപ്പിന്റെ ശിക്ഷ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഈ വകുപ്പിന് 7 വർഷം വരെ തടവ് കിട്ടാം. 7 വർഷം വരെ തടവ് കിട്ടാവുന്ന ശിക്ഷയാണ്. 10 ലക്ഷം വരെ എന്ത് ചെയ്യാം? 10 ലക്ഷം വരെ ഫൈനും കൊടുക്കേണ്ടി വരും. അപ്പം 10 ലക്ഷം വരെ ഫൈനും 7 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന ഒരു എന്താണ്? കുറ്റകൃത്യമാണ് ഏത്? സെക്ഷൻ 67A പ്രകാരമുള്ള കുറ്റകൃത്യം എന്ന് പറയുന്നത്. വളരെ വലിയൊരു കുറ്റകൃത്യമാണ് ഈ പറയുന്ന പോർണോഗ്രഫിയുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യം. അപ്പോൾ സെക്ഷൻ അതാണ് വരുന്നത്. ഇനി അവിടെ 2 സെക്ഷൻസ് ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. എന്താണ് സെക്ഷൻ 66F? എന്തുമായിട്ട് ബന്ധപ്പെട്ടയാ? സൈബർ ടെററിസവുമായി ബന്ധപ്പെട്ട കേട്ടോ. സൈബർ ടെററിസം നേരത്തെ നമ്മൾ പറഞ്ഞോളൂ അല്ലയോ? മിക്കവാറും ഇതിനകത്തെല്ലാം ചോദിക്കുന്ന സെക്ഷനുകൾ എന്താ? സിമിലർ ആണ്. എല്ലാം ഒരേ കണക്കുള്ള സ്ഥിരം ചോദിക്കുന്ന സെക്ഷനുകളാണ് ചോദിക്കുന്നത്. അപ്പം സൈബർ ടെററിസവുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് എന്ത്? 66F എന്ന് പറഞ്ഞാൽ സൈബർ ടെററിസം വളരെ വലിയൊരു കാര്യമാണ്. സൈബറിലൂടെ എന്ത് ചെയ്യുന്നു? രാജ്യദ്രോഹപരമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഇതിന്റെ ശിക്ഷ എന്ന് പറയുന്നത് വളരെ വലുതാട്ടോ. ജീവപര്യന്തമാണ്. അതായത് സൈബർ കുറ്റകൃത്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ശിക്ഷ കിട്ടുന്ന ഒരു വകുപ്പാണെന്ത്? 66F എന്ന് പറയുന്നത്. ഇതിന്റെ ശിക്ഷ എന്താണ്? ജീവപര്യന്തമാണ്. ജീവപര്യന്തം നമ്മൾ എന്ത് ചെയ്യും? ജയിലിൽ കിടക്കേണ്ടി വരും. ഓക്കെ, അടുത്തതാണ് സെക്ഷൻ 68A. ഈ വകുപ്പ് എന്തിന് പറയുന്നത് വെച്ചാൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട വകുപ്പാണ്. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി അറിയാമല്ലോ. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻവെൻഷൻ ആവാം, നമ്മുടെ ഒരു കണ്ടുപിടുത്തം ആവാം. അത് ആരുടെ കണ്ടുപിടുത്തം മാത്രമാണ്? നമ്മുടെ മാത്രം കണ്ടുപിടുത്തം അല്ലയോ? അപ്പോൾ ആ കണ്ടുപിടുത്തം വേറൊരാൾ എന്ത് ചെയ്യാൻ പാടില്ല? ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ ഉപയോഗിക്കണ എന്ത് വേണം? നമ്മുടെ അനുമതി വേണം അല്ലയോ? നമ്മുടെ അനുമതി ഇല്ലാതെ ഉപയോഗിക്കുമ്പോൾ അവിടെ നമുക്ക് ഏത് വകുപ്പ് ചുമത്താം? സെക്ഷൻ 68A എന്നുള്ള വകുപ്പ് ചുമത്താവുന്നതാണ്. അപ്പോൾ അത് ചുമത്തിയാൽ എന്ത് സംഭവിക്കും? അവർക്ക് അതിനനുസരിച്ചുള്ള എന്ത് ചെയ്യും? വർഷത്തിന് എന്തോ ശിക്ഷയാണ്. അതിനകത്ത് എന്താ? ഫൈനാണ് കൊടുക്കേണ്ടി വരുന്നത്. ശിക്ഷയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഫൈനാണ് കൊടുക്കേണ്ടത്. അതായത് അയാൾ എത്ര രൂപയുടെയാണോ ആ പ്രോഡക്റ്റ്, അതിനനുസരിച്ചുള്ള ഫൈൻ നമ്മൾ കൊടുക്കേണ്ടി വരും. ഇനി ഫൈൻ കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിനനുസരിച്ച് എന്ത് ചെയ്യും? ശിക്ഷ അനുഭവിക്കേണ്ടി വരും. സോ മെയിനായിട്ട് അതിൻ്റെ ഒരു ശിക്ഷാവിധി എന്ന് പറയുന്നത് ഫൈൻ അടയ്ക്കുക എന്നുള്ളതാണ്. മറ്റൊരാളുടെ പ്രോഡക്റ്റ് നമ്മൾ അയാളുടെ അനുവാദം ഇല്ലാതെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. ഇനി അടുത്ത ഒരു സെക്ഷൻ ആണെന്ത്? സെക്ഷൻ 77B. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു സൈബർ കുറ്റകൃത്യം ചെയ്യുമ്പോൾ അതൊരു ബെയിലബിൾ ഒഫൻസ് ആണോ അതോ നോൺ ബെയിലബിൾ ഒഫൻസ് ആണോ എന്ന് പ്രതിപാദിപ്പിക്കുന്ന വകുപ്പാണെന്ത്? 77B എന്ന് പറയുന്ന വകുപ്പ്. അതൊരു ബെയിലബിൾ ആണോ നോൺ, അതായത് 3 വർഷം വരെയുള്ള കുറ്റകൃത്യങ്ങൾ, അതായത് 3 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന കുറ്റകൃത്യങ്ങൾ എന്താണ്? സൈബർ ലോ വഴി എന്താണ്? ബെയിലബിൾ ആണ്, ജാമ്യം കിട്ടും.
3 വർഷം വരെയുള്ള ശിക്ഷകൾ നമുക്ക് എന്ത് കിട്ടും? ജാമ്യം കിട്ടും. എന്നാൽ 3 വർഷത്തിൽ കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടത്തില്ല? ജാമ്യം കിട്ടത്തില്ല. നോൺ ബെയിലബിൾ കോഗ്നിസബിൾ ആക്ടുകളാണ് ഏതാ ഈ പറയുന്ന 3 വർഷത്തിന് ശേഷമുള്ളത്. അപ്പം ഓർത്തിരിക്കുക, 3 വർഷം വരെ നമുക്ക് എന്ത് കിട്ടും? ബെയിൽ കിട്ടും. 3 വർഷത്തിന് മുകളിലുള്ള ശിക്ഷയാണ്, 3 വർഷത്തിന് മുകളിൽ വർഷത്തിൽ ശിക്ഷ കിട്ടുന്ന ആ ഒരു വകുപ്പിലാണ് നമ്മൾ കേസിൽ പെട്ടതെങ്കിൽ നമുക്ക് ഒരിക്കലും എന്ത് കിട്ടത്തില്ല? നമുക്ക് ആ ഒരു ജാമ്യം കിട്ടത്തില്ല. അപ്പോൾ ഓർത്തിരിക്കുക ആ ഒരു ചോദ്യം. അപ്പോൾ ഇവിടെ ചോദ്യം എന്തായിരുന്നു? അശ്ലീലമായ സന്ദേശങ്ങൾ അയക്കുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ് തെറ്റ്? സെക്ഷൻ 67A പ്രകാരം എന്താണ്? അത് തെറ്റാണ്. ഓക്കെ, ഓർത്തിരിക്കുക. ബാക്കി വകുപ്പുകളും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് നമ്മൾ പോവുകയാണ്. എന്താ? മനഃപൂർവ്വം കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് വൈറസ് പ്രവേശിപ്പിച്ച കുറ്റത്തിന് ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ 2000 വകുപ്പ് താഴെ കൊടുത്തിരിക്കുന്ന ഏതാണ്? അതായത് എന്ത് ചെയ്യുന്നു? മനഃപൂർവ്വം ഒരു കമ്പ്യൂട്ടറിലേക്ക് എന്ത് ചെയ്യുന്നു? വൈറസ് കയറ്റുന്നു. എന്തിനാ വൈറസ് കയറ്റുന്നത്? ആ കമ്പ്യൂട്ടറിലെ വിവരങ്ങൾ നശിപ്പിക്കാനും കമ്പ്യൂട്ടറിനകത്തുള്ള സിസ്റ്റം കേടാക്കാനും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന വൈറസ് കയറ്റുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വകുപ്പ് ഏതായിരിക്കും? നോക്കേ, നമ്മൾ കുറേ വകുപ്പുണ്ട് ഇല്ലേ? ഏതാ? സെക്ഷൻ 43 ഉണ്ട്, സെക്ഷൻ 65 ഉണ്ട്, സെക്ഷൻ 72 ഉണ്ട്, 77B ഉണ്ട്. ഇത് രണ്ടും ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ? 77 പറഞ്ഞു. നമുക്ക് ഇതെന്ത് ചെയ്യാം? ഒഴിവാക്കാം. പിന്നെ ആരൊക്കെ ഉണ്ട്? ബാക്കിയുള്ള 3 ഉണ്ട്. നോക്കേ, ഈ 65, 72, 43, ഈ 43യും 65 ഏകദേശം ഒരേ അർത്ഥത്തിലാണ് പറയുന്നത്. ഇതിന്റെ ആൻസർ ഏതാന്ന് ചോദിച്ചാൽ സെക്ഷൻ 43 ആണ് ആൻസർ. 43 ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. 43 എന്താ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു കമ്പ്യൂട്ടറിന്റെ ഡേറ്റയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലെ ആ ഒരു സിസ്റ്റത്തെയോ എന്ത് ചെയ്യുന്നു? നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ക്രൈമാണെന്ത്? 43 പറയുന്നത്. അതായത് ഒരു ഡേറ്റ അല്ലെങ്കിൽ അവിടുത്തെ സിസ്റ്റം നമ്മൾ എന്ത് ചെയ്യുന്നു? നശിപ്പിക്കുന്നു. അപ്പോൾ അത് നശിപ്പിക്കാനായിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? വൈറസിനെ ഉപയോഗിക്കാം അല്ലേ? അപ്പോൾ വൈറസിനെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എവിടെ തന്നെ വരും? അതേ കാര്യം തന്നെ വരും അല്ലേ? വൈറസിനെ ഉപയോഗിക്കുമ്പോഴും നമ്മൾ എന്തുവാ? കമ്പ്യൂട്ടറിനെ നശിപ്പിക്കുക. അപ്പോൾ ഏത് സെക്ഷനിൽ വരുന്നയാ? സെക്ഷൻ 43ലാണ് എന്ത് വരുന്നത്? ഒരു കമ്പ്യൂട്ടറിലേക്ക് വൈറസ് കയറ്റി ആ വൈറസ് കയറ്റി കമ്പ്യൂട്ടറിനെ നശിപ്പിക്കുന്നത് ഏത് ബന്ധപ്പെട്ട് വരുന്നതാ? സെക്ഷൻ 43 ആണ്. അപ്പോൾ അത് ഓർത്തിരിക്കട്ടെ, ഒരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. വൈറസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു കമ്പ്യൂട്ടറിനെ നശിപ്പിക്കുകയാണെങ്കിൽ അത് ഏത് വകുപ്പിന്റെ കീഴിൽ വരും? സെക്ഷൻ 43യുടെ കീഴിൽ വരും. 65 അതേ കണക്കാ. നേരത്തെ പറഞ്ഞോളൂ എന്തുവാ? കമ്പ്യൂട്ടറിന്റെ സോഴ്സ് കോഡിൽ മാറ്റങ്ങൾ വരുത്തുന്നത്. കുറച്ച് മുന്നേ നമ്മൾ പറഞ്ഞുള്ളൂ, അതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. സോഴ്സ് കോഡിൽ മാറ്റം വരുത്തി അല്ലെ? കമ്പ്യൂട്ടറിലെ പ്രോഗ്രാമിംഗിൽ മാറ്റം വരുത്തി കമ്പ്യൂട്ടറിന്റെ മൊത്തത്തിലുള്ള പ്രവർത്തനം എന്ത് ചെയ്യുന്നു? താളം തെറ്റിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട വകുപ്പാണെന്ന് പറയുന്നത് 65. ഇനി 72 ഉണ്ട്. നേരത്തെ ഞാൻ 70 പറഞ്ഞ ഓർമ്മയുണ്ടോ? 70ൽ എന്തുവാണ് പറഞ്ഞത്? നമുക്കൊരു നമ്മുടെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ക്രൂഷ്യൽ ആയിട്ടുള്ള ഡേറ്റ സംരക്ഷിച്ച് വെക്കാനുള്ള അവകാശം ആർക്കുണ്ട്? നമുക്കുണ്ട് ഇല്ലയോ? ഇനി ആ അവകാശം ആരെങ്കിലും ലംഘിച്ചുകൊണ്ട് നമ്മുടെ വിവരങ്ങൾ ആരെങ്കിലും പുറത്താക്കുകയാണ് ഇല്ലയോ? നമ്മുടെ ആധാർ കാർഡിലെ വിവരങ്ങൾ എന്ത് ചെയ്യുന്നു? അത് ശേഖരിച്ച് വെക്കാനുള്ള അവകാശമുള്ള അതോറിറ്റി എന്ത് ചെയ്യുന്നു? അത് പുറത്തേക്ക് വിടുന്നു ഇല്ലയോ? അപ്പോൾ അവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ പറയുന്നത് അത് ഉപയോഗിച്ച് നമുക്ക് കേസെടുക്കാവുന്ന ഒരു വകുപ്പ് ഏതാ? 72 ആ. ഈ 72 വകുപ്പ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? കോമ്പൻസേഷന് വേണ്ടി നമുക്ക് പോകാം. അതായത് നമുക്ക് നമ്മുടെ ഐഡന്റിറ്റി പുറത്ത് വന്നു, അതുകൊണ്ട് നമുക്ക് എന്ത് വേണം? കോമ്പൻസേഷൻ വേണം അല്ലയോ? അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ വകുപ്പ് വഴി പ്രകാരം പോകാം. അപ്പോൾ 72 എന്തോ പറയുന്നത്? നമ്മുടെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് കോമ്പൻസേഷൻ കിട്ടാൻ അവകാശമുണ്ട് അല്ലയോ? അതുമായി ബന്ധപ്പെട്ട വകുപ്പാണെന്ത്? സെക്ഷൻ 72 എന്ന് പറയുന്ന വകുപ്പ്. 70യുമായി കോർത്തിണക്കിയാണ് നമ്മളത് പറയുന്നത്. ഇനി 77B ഓൾറെഡി പറഞ്ഞു ഇല്ലയോ? ഒരു കുറ്റം ബെയിലബിൾ ആണോ നോൺ ബെയിലബിൾ ആണോ എന്ന് പറയുന്നതാണ് എന്ത്? 77B എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ ഏതെന്ന് ഓർത്തിരിക്കുക. 43 എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ. ഓക്കെ, നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. എന്താണ് ക്വസ്റ്റ്യൻ? 2000ലെ വിവരസാങ്കേതിക നിയമപ്രകാരം ഡേറ്റ പരിരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ താഴെ പറയുന്നവരിൽ ആരാണ് നഷ്ടപരിഹാരം നൽകാൻ ബാധ്യസ്ഥരായിട്ടുള്ളത്? അതായത് നമ്മുടെ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഡേറ്റ ആരെങ്കിലും കയ്യിലുണ്ടല്ലോ, അതെന്ത് ചെയ്യുന്നു? നഷ്ടപ്പെട്ടു. അങ്ങനെ നഷ്ടപ്പെട്ടാൽ ആരാണ് ആ ഡേറ്റ നഷ്ടപ്പെട്ട ആ ഒരു നമുക്ക് എന്താണ് നഷ്ടപരിഹാരം കോമ്പൻസേഷൻ തരാൻ ആരാണ് ബാധ്യസ്ഥര്? ആരായിരിക്കും ബാധ്യസ്ഥര്? ഒന്നാമത്തെ സർക്കാർ ഏജൻസികൾ മാത്രം. സർക്കാർ ഏജൻസികൾ മാത്രമാണോ? ഡേറ്റ നേരിട്ട് കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾ മാത്രം, അവർ മാത്രമാണോ? സെൻസിറ്റീവ് സ്വഭാവമുള്ള വ്യക്തിഗത ഡേറ്റയോ വിവരങ്ങളോ കൈവശം വെക്കുന്നതോ കൈകാര്യം ചെയ്യുന്നതോ ആയ ഏതൊരു കമ്പനിയും, ലാഭേച്ഛയില്ലാത്ത സ്ഥാപനങ്ങൾ മാത്രം. ഇത് ഏതായിരിക്കും ഓപ്ഷൻ? ഇപ്പം തന്നെ കിട്ടിക്കാണല്ലേ? ഒരു ലോജിക്ക് ഉപയോഗിച്ചാൽ നമുക്ക് കിട്ടും. എന്തുവാ? സി ആണ് ആൻസർ. എന്താണ്? സെൻസിറ്റീവ് സ്വഭാവമുള്ള വ്യക്തിഗത ഡേറ്റയോ വിവരങ്ങളോ കൈവശം വെക്കുന്ന അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്ന ആരായാലും അല്ലെ, ഏത് കമ്പനി ആയാലും അവരെന്തിന് ബാധ്യസ്ഥരാ? ഈ പറയുന്ന കോമ്പൻസേഷൻ കൊടുക്കാൻ ബാധ്യസ്ഥരാ. അതായത് നമ്മുടെ ഒരു ഡേറ്റ ആരെങ്കിലും അവരുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുന്നു? നഷ്ടപ്പെട്ടു പോയില്ലേ? നഷ്ടപ്പെട്ടു പോയെങ്കിൽ ആ ഡേറ്റ നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിലുള്ള ആ കോമ്പൻസേഷൻ തരേണ്ടത് ആരാ? ആരുടെ കയ്യിൽ നിന്നാണോ അത് നഷ്ടപ്പെട്ടു പോയത് അവരാ തരേണ്ടത്. അപ്പോൾ ആ ഡേറ്റ സൂക്ഷിച്ചു വെക്കുന്ന ആരാണോ അവരെല്ലാം അത് തരാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ ഉത്തരം സി ആണ് അതിന്റെ ആൻസർ. ഇത് വളരെ ലോജിക്കായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പെട്ടെന്ന് നമുക്ക് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ തോടെ 2000ലെ വിവരസാങ്കേതിക നിയമപ്രകാരം അശ്ലീലമായ വിഷയം ഇലക്ട്രോണിക് രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നതോ കൈകാര്യം ചെയ്യുന്നതോ ആയ കുറ്റം താഴെ പറയുന്നവയിൽ ഏതാണെന്ന് ഇല്ലയോ? അതായത്
ഈ നമ്മുടെ നിയമപ്രകാരം എന്തുവാ ഇലക്ട്രോണിക് രൂപത്തിൽ അശ്ലീലമായിട്ടുള്ള കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് ഏതുമായി ബന്ധപ്പെട്ടാണ് തെറ്റായി മാറുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, പഴയ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനകത്ത് ഒട്ടുമിക്കവാറുള്ള ചോദ്യങ്ങളെല്ലാം ഒരു കോമൺ ഭാഗത്ത് നിന്നാണ് വന്നേക്കുന്നില്ലയോ? ഏതാ ഈ പറയുന്ന പോർണോഗ്രഫി ഉള്ള ഭാഗം, ഹാക്കിംഗ് എന്നുള്ള ഭാഗം, ഇല്ലയോ? അവിടെ നിന്നൊക്കെയാണ് കൂടുതലും ക്വസ്റ്റ്യനുകൾ ഇങ്ങനെ സ്ഥിരമായിട്ട് ആവർത്തിച്ച് വരുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ഭാഗം കുറച്ചും കൂടെ വ്യക്തമായിട്ട് നോക്കിക്കൊണ്ട് പോകുക. ഓക്കെ, ഓപ്ഷൻ നോക്കുക. ഏതൊക്കെയാ? ഒരു പ്രത്യേക സമൂഹത്തിനും നിന്ദാകരമായി കണക്കാക്കപ്പെടുന്ന വിഷയം. അതാണോ? ഒരു പ്രത്യേക സമൂഹത്തിനെ നിന്ദിക്കുന്ന വിഷയമാണോ? ഇനി വിഷയം വായിക്കുന്നവരുടെയും കാണുന്നവരുടെയും കേൾക്കുന്നവരുടെയും കാമാത്മകമായ താല്പര്യത്തെ ഉണർത്തുന്ന വിഷയം, ഇല്ലയോ? ഒരാൾ അത് ഏത് കണ്ടന്റ് ആണോ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്, ആ പോസ്റ്റ് ചെയ്യുന്ന കണ്ടന്റിനകത്ത് എന്തെങ്കിലും സെക്ഷൽ രീതിയിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് അത് സെക്ഷലായിട്ട് അവരുടെ ഒരു എന്താണ് റെസ്പോൺസ് വരുന്ന രീതിയിലേക്ക്, അതിനെ ഉണർത്തുന്ന രീതിയിലേക്ക് അത് മാറുകയാണെങ്കിൽ അത്തരം വിഷയങ്ങൾ, അതായിരുന്നു അല്ലെങ്കിൽ സർക്കാരിന്റെയോ അതിന്റെയോ നയങ്ങളെയോ വിമർശിക്കുന്നത്, ഇതൊരിക്കലും അതല്ലേ. സർക്കാരിന്റെ നയങ്ങളെ വിമർശിക്കുന്നത് ഒരിക്കലും ഒരു അശ്ലീലമായിട്ടുള്ള അതിന്റെ പേരിലേക്ക് വരത്തില്ല. അപ്പോൾ ഈ ഓപ്ഷൻ കറക്റ്റ് അല്ല. ലൈംഗികത പ്രകടമാക്കുന്ന പ്രവൃത്തിയോ പെരുമാറ്റമോ ഉൾക്കൊള്ളുന്ന വിഷയം, ലൈംഗികമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അതിനകത്തുണ്ടെങ്കിലോ അങ്ങനെയുള്ള വിഷയങ്ങൾ ഏതെങ്കിലും ആണ്. അപ്പോൾ ഇതിൽ ഏതായിരിക്കും ഓപ്ഷൻ? അപ്പോൾ ഈ ഓപ്ഷൻ വരും, പക്ഷെ കറക്റ്റ് ഓപ്ഷൻ ഏതാ? ബി ആണ്. എന്താ? ഈ പറയുന്ന നമ്മൾ എന്ത് കണ്ടന്റ് ആണോ ഇടുന്നത് ആ കണ്ടന്റ് മറ്റൊരാളുടെ എന്താണ് അശ്ലീലമായിട്ടുള്ള അല്ലെങ്കിൽ അയാളുടെ കാമാത്മകമായിട്ടൊരു താല്പര്യത്തെ ഉണർത്തുകയാണെങ്കിൽ അങ്ങനെയുള്ള ഏത് കണ്ടന്റും ഇതിന്റെ കീഴിൽ വരും. നമ്മുടെ IT ആക്ടിലെ ഈ പറയുന്ന പോർണോഗ്രഫി എന്നുള്ള ആ ഒരു സെക്ഷന്റെ കീഴിൽ വരും. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഉത്തരം. എന്താണ്? വിഷയം വായിക്കുന്നവരുടെയും കാണുന്നവരുടെയും കേൾക്കുന്നവരുടെയും കാമാത്മകമായ താല്പര്യത്തെ ഉണർത്തുന്ന ഏത് വിഷയമായാലും അതെന്താണ്? സൈബർ ആക്ടിന്റെ ഈ പറയുന്ന ഇതിന്റെ കീഴിലായിട്ടാണ് വരുന്നത് കേട്ടോ, ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റിലേക്ക് നമ്മൾ പോകുന്നത്, കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമം വഴി വിതരണം ചെയ്യുന്നത് വിവര സാങ്കേതിക വിദ്യാ നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് കുറ്റകൃത്യമാകുന്നത്? കുട്ടികളുമായി ബന്ധപ്പെട്ട ലൈംഗികമായ അല്ലെങ്കിൽ അശ്ലീലമായിട്ടുള്ള ചിത്രങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? പ്രചരിപ്പിക്കുന്നു. അതൊക്കെ ഏത് വകുപ്പ് പ്രകാരമാണ്? അല്ലേ, കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പ്, അല്ലെങ്കിൽ അതാകുമ്പോൾ എന്തോ കുറച്ചും കൂടെ എന്താണ് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണെന്ത് ആ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്. സോ അവിടെ ഉപയോഗിക്കുന്ന ഏത് വകുപ്പാണ്? ഓക്കെ, 67B ഉണ്ട്, 66 എന്താണ് വകുപ്പുണ്ട്, 66ാമത്തെ വകുപ്പുണ്ട്, 65ാമത്തെ വകുപ്പുണ്ട്, 68ാമത്തെ വകുപ്പുണ്ട്. ഇതിലേതാണ്? നമ്മൾ നേരത്തെ ഒരു വകുപ്പ് പറഞ്ഞത് ഓർമ്മയുണ്ടോ? 67A എന്ന് പറയുന്നത് പോർണോഗ്രഫിയുമായി ബന്ധപ്പെട്ടാന്ന് പറഞ്ഞില്ലയോ? അശ്ലീല ചിത്രങ്ങളുമായി ബന്ധപ്പെട്ടാന്ന് പറഞ്ഞില്ലയോ? അത് കോമൺ ആയിട്ട് പറയുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ ഏതായിരിക്കണം ഉത്തരം? ലോജിക്ക് അനുസരിച്ച് ഇത് തന്നെ അല്ലേ ഉത്തരം? എന്തുവാ? 67B ആണ് എന്തുമായി ബന്ധപ്പെട്ടത്? ചൈൽഡ് പോർണോഗ്രഫിയുമായി ബന്ധപ്പെട്ട. എന്താണ്? ചൈൽഡ് പോർണോഗ്രഫി. എന്താ ചൈൽഡ് പോർണോഗ്രഫി എന്ന് ഉദ്ദേശിക്കുന്നത്? കുട്ടികൾ അല്ലേ, കുട്ടികളുമായി ബന്ധപ്പെട്ട അശ്ലീല ചിത്രങ്ങൾ അങ്ങനെയുള്ള വീഡിയോകൾ എന്ത് ചെയ്യുന്നു? സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഈ പറഞ്ഞ ചൈൽഡ് പോർണോഗ്രഫി. അപ്പോൾ അതിനെതിരെയുള്ള വകുപ്പാണ് എന്തെന്ന് പറയുന്നത്? 67B. അപ്പോൾ ഇവിടുത്തെ ഉത്തരം ഏതാ? ചോദ്യം തന്നെ കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള വിവര സാങ്കേതിക വിദ്യയിലെ വകുപ്പ് ഏതാന്ന് ചോദിച്ചു. ഏതാ വകുപ്പ്? 67B ആണ് ആ വകുപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആലോചിച്ച് നോക്കുക, ഇതിന്റെ ശിക്ഷ എന്തായിരിക്കും? ഇതിന്റെ ശിക്ഷ എന്ത് തന്നെയാണ്? 67A അതേ ശിക്ഷ തന്നെയാണ്. കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞു എന്തായിരുന്നു? 7 വർഷം വരെ തടവും 10 ലക്ഷം രൂപ ഫൈനും. എത്രയാണ്? സോറി, ലക്ഷമാണ്, ലക്ഷ്യമല്ല. 10 ലക്ഷം രൂപ എന്താണ്? ഫൈൻ. 10 ലക്ഷം രൂപ ഫൈൻ. അപ്പം 7 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ എന്ത് ഫൈനും കിട്ടാവുന്ന ഒരു ശിക്ഷയാണെന്ത്, ഒരു വകുപ്പാണെന്ന് പറയുന്നത് 67Aയും 67Bയും കേട്ടോ. ഇത് രണ്ടും വളരെ എന്താണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വകുപ്പുകളാണ്. ഇത് രണ്ടും ചെയ്യാൻ പാടില്ലാത്ത ക്രൈമുകളാണ് കേട്ടോ. ഒന്ന് കുട്ടികളുമായി ബന്ധപ്പെട്ട ഈ പറയുന്ന അശ്ലീല ചിത്രങ്ങൾ എന്താണ് പ്രചരിപ്പിക്കുന്നത്, അത് 67B ആണ്. പിന്നെ മറ്റേത് കോമൺ ആയിട്ട് എല്ലാവരുമായി ബന്ധപ്പെട്ട ഏതാ? 67A ആണ്. ഇത് രണ്ട് വകുപ്പിന്റെ ശിക്ഷ ഒരേ കണക്ക് തന്നെയാണ്. ഇനി 66ാം വകുപ്പ് ഓൾറെഡി നമ്മൾ പറഞ്ഞാണല്ലോ, എന്തുവാ? ഹാക്കിങ്ങുമായി ബന്ധപ്പെട്ടാണെന്ത്? 66. 65ഉം പറഞ്ഞില്ലയോ? എന്തുവാ 65ാമത്തെ വകുപ്പ് എന്ത് പറയുന്നത്? കമ്പ്യൂട്ടറിന്റെ സോഴ്സ് കോഡിൽ മാറ്റങ്ങൾ വരുത്തുന്നു. 68 ഓൾറെഡി പറഞ്ഞു, എന്തുവാ? സർട്ടിഫൈങ് ഏജൻസിയെ കൺട്രോൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണെന്ത്? 68. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, വകുപ്പുകളെല്ലാം സ്ഥിരം ഇങ്ങനെ ആവർത്തിച്ച് വരുന്ന വകുപ്പുകളാണ്. ഓക്കെ, ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റിലേക്ക് പോകുന്നു. എന്താണ്? സാങ്കേതിക വിദ്യാ നിയമപ്രകാരം ഒരു വ്യക്തി മറ്റൊരാളുടെ ഇലക്ട്രോണിക് സിഗ്നേച്ചർ അവരെ വഞ്ചിക്കണമെന്ന് ഉദ്ദേശത്തോടെ ഉപയോഗിച്ചാൽ ലഭിക്കുന്ന ശിക്ഷ. അതായത് ഒരാൾ എന്ത് ചെയ്യുന്നു? അയാളുടെ ഡിജിറ്റൽ സിഗ്നേച്ചർ, അല്ലേ, ഒരാളുടെ സ്വന്തമായിട്ടുള്ള ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ത് ചെയ്യുന്നു? അയാളുടെ അനുവാദം ഇല്ലാതെ എന്ത് ചെയ്യുന്നു? ഉപയോഗിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്ത് ശിക്ഷ കിട്ടും? എന്ത് ശിക്ഷയാണ് കിട്ടുന്നതെന്ന് എന്ത് ചെയ്യണം? നമുക്ക് കണ്ടുപിടിക്കണം, അല്ലേ. ഒന്നെന്താ? 3 വർഷം തടവും 1 ലക്ഷം രൂപയും. രണ്ടാമത്തതോ 2 വർഷം തടവും 1 ലക്ഷം രൂപയും. മൂന്നാമത്തത് 1 വർഷം തടവും 2 ലക്ഷം രൂപയും. അടുത്ത എന്തോടെ? 3 വർഷം തടവും 2 ലക്ഷം രൂപയും. ഏതാണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്? ഏതാണ് ആൻസർ? ഏതാണ് ആൻസർ?
ഓക്കെ, എന്തൊക്കെയാ പറഞ്ഞത്? 3 വർഷം തടവും 1 ലക്ഷം രൂപയും, 2 വർഷം തടവും 1 ലക്ഷം രൂപയും, 1 വർഷം തടവും. അപ്പൊ ഇങ്ങനെയുള്ള കേസുകളിലെല്ലാം വർഷം നിങ്ങൾ ശ്രദ്ധിച്ച് വെച്ചേക്കുക. എത്രയാണ്? 3 വർഷമാണ് കേട്ടോ. അതായത് ഒരാളുടെ സിഗ്നേച്ചർ മോഷ്ടിക്കുക, ഇല്ലയോ? അയാളുടെ എന്താ പറയുന്നത് ഐഡന്റിറ്റി മോഷ്ടിക്കുക, അങ്ങനെയുള്ളതൊക്കെ ബന്ധപ്പെട്ട എന്ത് വരും? മിക്കവാറും ഉള്ളത് വരുന്ന എല്ലാം എന്താ? 3 വർഷം. അതായത് 66 സിയുമായി ബന്ധപ്പെട്ട വകുപ്പാണ് കേട്ടോ. എന്താണ്? 66 സിയുമായിട്ട് ബന്ധപ്പെട്ടയാണ് ഈ വകുപ്പ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അത് ഐഡന്റിറ്റി തെഫ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കേട്ടോ. ഐഡന്റിറ്റി തെഫ്റ്റ്, അതായത് ഒരാളുടെ ഐഡന്റിറ്റി എന്ത് ചെയ്യുന്നു? മോഷ്ടിക്കുന്നു. ഒരാളുടെ സിഗ്നേച്ചർ മോഷ്ടിക്കുക എന്ന് വെച്ചാൽ അർത്ഥം എന്തുവാ? അയാളുടെ ഐഡന്റിറ്റി മോഷ്ടിക്കാന്നില്ലയോ? അപ്പോൾ ഇത് ഏത് വകുപ്പ് പ്രകാരമാണ് കുറ്റമാകുന്നത്? 66 സി പ്രകാരമാണ് കുറ്റമാകുന്നത്. എന്നാൽ ഇതിനകത്ത് വർഷത്തിന്റെ ശിക്ഷ ഏതാണ്? ശിക്ഷ അവർക്ക് എന്താണ്? 3 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. എന്താണ്? 3 വർഷം തടവും 1 ലക്ഷം രൂപയാണെന്ത് ശിക്ഷ. അപ്പോൾ വകുപ്പ് ഓർത്തിരിക്കുക, 66 സി ആണ് അതിനകത്ത് വകുപ്പ്. വകുപ്പ് ഏതാണ്? ഐഡന്റിറ്റി തെഫ്റ്റുമായി ബന്ധപ്പെട്ട വകുപ്പാണ് കേട്ടോ. ഓർത്തിരിക്കുക, ഐഡന്റിറ്റി തെഫ്റ്റുമായി ബന്ധപ്പെട്ട വകുപ്പ്. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകുന്നത് എന്താണ്? താഴെ പറയുന്നതിൽ വിവരസാങ്കേതിക നിയമപ്രകാരം ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാം. നിങ്ങൾ ഇനി ഇതിന്റെ ഉത്തരം പറയില്ലയോ? കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്താ ഉത്തരം? അതായത് ജീവപര്യന്തം വരെ ശിക്ഷ കൊടുക്കാവുന്ന ഒരു കുറ്റകൃത്യം ഏതാണ്? ഏതാ? വ്യക്തിവിവരം മോഷണം ചെയ്യുന്നതാണോ? അല്ല. വ്യക്തിവിവരം മോഷണം ചെയ്യുന്നൊന്നും ജീവപര്യന്തം കൊടുക്കത്തില്ല, അല്ലയോ? സ്ത്രീകളെ അവമാനിക്കുന്നതാണോ? അല്ല. സ്വകാര്യത നശിപ്പിക്കുന്നതാണോ? അല്ല. എന്താ? ഉത്തരം കിടക്കുന്നത് എന്തുവാടെ? സൈബർ ടെററിസം. എന്തോ ആൻസർ? സൈബർ ടെററിസം. ഏതാ വകുപ്പ്? 66F, അല്ലയോ? 66F പ്രകാരം എന്താണ്? സൈബർ ടെററിസം ഒരു കുറ്റകൃത്യമാണ്, വളരെ വലിയ കുറ്റകൃത്യമാണ്. എന്താണ് ശിക്ഷ? ജീവപര്യന്തമാണ് ശിക്ഷ, അല്ലയോ? ജീവപര്യന്തം വരെ ശിക്ഷ കിട്ടാവുന്ന വകുപ്പാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന സൈബർ ടെററിസം എന്ന് പറയുന്നത്. വളരെ വളരെ ഡീപ്പായിട്ടൊക്കെ ചോദിക്കാറുണ്ട് സൈബർ ടെററിസത്തെ കുറിച്ച് കേട്ടോ. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണില്ലേ? സൈബർ ടെററിസം, പിന്നീട് എന്താണ്? ഹാക്കിങ്, ഓക്കെ, പോർണോഗ്രഫി, ചൈൽഡ് പോർണോഗ്രഫിയിൽ ആ ഭാഗവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതൽ ചോദിക്കുന്നത്. ഓപ്ഷനുകളും അതുമായി ബന്ധപ്പെട്ടതായിരിക്കും. അപ്പോൾ ഇതിന് ഉത്തരം മനസ്സിലായി കാണുമല്ലോ. കുറച്ച് മുന്നേ തൊട്ട് നമ്മൾ പറയുന്നതുകൊണ്ട് ഉത്തരം കണ്ടുപിടിക്കാൻ വലിയ പാടൊന്നുമില്ല. നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു? അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. എന്താണ് അടുത്ത ചോദ്യങ്ങൾ? ശ്രദ്ധിക്കുക. എന്താ? മറ്റു വ്യക്തിയുടെ ATM കാർഡ് ഉപയോഗിച്ച് മോഷണം നടത്തുന്നത് ശിക്ഷാർഹമാക്കുന്നത് ഏത് നിയമപ്രകാരം, അല്ലയോ? മറ്റു വ്യക്തികളുടെ എന്ത് ചെയ്യുന്നു? മറ്റു വ്യക്തികളുടെ ATM കാർഡ് മോഷ്ടിക്കുന്നു, അല്ലയോ? അത് ഏത് വകുപ്പ് പ്രകാരമാണ്? 670 ആണോ? 70 ഇല്ല. വകുപ്പ് 7 ഇൻഫർമേഷൻ ടെക്നോളജി നിയമം IT ആക്ട്. രണ്ടാമതൊക്കെ വകുപ്പ് 70 ഇന്ത്യൻ ശിക്ഷാ നിയമം, ഇല്ലയോ? അത് മാറിയുണ്ടല്ലോ. ഓപ്ഷൻ ശ്രദ്ധിക്കണം കേട്ടോ. ഒന്ന് 70 IT ആക്ടും മറ്റേത് എന്താണ്? മറ്റേത് ഒന്ന് 70 IT ആക്ടും രണ്ടാമത്തത് 70 ഇന്ത്യൻ പീനൽ കോഡും, അല്ലയോ? ഇന്ത്യൻ ശിക്ഷാ നിയമമാണ്. അപ്പോൾ ശ്രദ്ധിച്ചോണം കേട്ടോ. ഓപ്ഷൻ വളരെ ശ്രദ്ധിച്ച് നോക്കണം. അടുത്ത വകുപ്പ് 66 ഇൻഫർമേഷൻ ടെക്നോളജി നിയമം. അടുത്ത വകുപ്പ് 66 ഇന്ത്യൻ ശിക്ഷ. അപ്പോൾ ഇതിനകത്ത് രണ്ടിനകത്തും ഇന്ത്യൻ ശിക്ഷാ നിയമം ഉണ്ട്, ഇല്ലയോ? IPC ഉണ്ട്. IPC നമ്മൾ ഇതിനകത്ത് വരത്തില്ല, അല്ലേ? സൈബർ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തുവാ? നമുക്ക് പ്രത്യേക ഒരു ആക്ട് ഉണ്ട്. എന്തുവാ? IT ആക്ട്. എത്രല്ല വന്നേ? 2000 IT ആക്ട് നമുക്ക് വന്നത്, ഇല്ലേ? 2000 വന്നു. ഇത് എക്സിസ്റ്റ് ചെയ്ത ഇത് വന്ന ഫോഴ്സിൽ വന്ന എന്നാന്ന് അറിയണം കേട്ടോ. 17 ഒക്ടോബർ 2000 ഇത് നിലവിൽ വരുന്നത് കേട്ടോ. 17 ഒക്ടോബർ 2000 എന്ത് നിലവിൽ വരുന്നത്? IT ആക്ട് നിലവിൽ വരുന്നത്. ഓക്കെ, ഇത് 2008 എന്ത് ചെയ്തു? അമെൻഡ് ചെയ്യുകയും ചെയ്തു. ഓർത്തിരിക്കുക, 2008 എന്ത് ചെയ്തു? അമെൻഡ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ സൈബർ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ ശിക്ഷകളും എവിടെ വരുന്നത്? IT ആക്ടിലാണ് വരുന്നത്. 2000 വന്ന IT ആക്ടിലാണ്. ഇന്ത്യൻ പീനൽ കോഡിനകത്ത് അത് വരുന്നില്ല കേട്ടോ. അതിൽ നിന്ന് മാറ്റിയാണ് നമ്മൾ പുതിയ IT ആക്ട് കൊണ്ടുവന്നത്. സോ ഈ ഓപ്ഷൻസ് രണ്ടും തെറ്റാ. ഏതാ? ഇന്ത്യൻ ശിക്ഷാ നിയമമായിട്ട് ബന്ധപ്പെടുന്ന രണ്ട് വകുപ്പും തെറ്റാ. ഇനി നിങ്ങൾ പറഞ്ഞേ, 70 ആണോ? അല്ല, 70 എന്തോ പറഞ്ഞത്? ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, ഇല്ലയോ? നമ്മുടെ ക്രൂഷ്യൽ ആയിട്ടുള്ള പേഴ്സണൽ ഇൻഫർമേഷൻസ് സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട വകുപ്പ്. അതല്ല. അപ്പോൾ ഉത്തരം ഏതാ? ലാസ്റ്റ് ഒരെണ്ണേ ഉള്ളൂ. ഏതാ? സി. ഏതാ? 66. ഈ 66 ഏതാണെന്നറിയാമോ? 66C പ്രകാരമാണ് ഇത് കുറ്റമാവുന്നത് കേട്ടോ. 66C പ്രകാരം മാത്രമല്ല, ഇതിനകത്ത് രണ്ട് വകുപ്പ് വരും. 66Dയും വരും കേട്ടോ. 66Cയും വരും, 66Dയും വരും. അതാ ഒരാളുടെ ATM കാർഡ് മോഷ്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ രണ്ട് വകുപ്പുകളും ചുമത്താവുന്നതാണ് കേട്ടോ. 66C എന്തോന്ന് പറഞ്ഞു? എന്താണ്? ഐഡന്റിറ്റി തെഫ്റ്റ്, അതായത് മറ്റൊരാളുടെ ഐഡന്റിറ്റി മോഷ്ടിക്കുന്നു. അയാളുടെ ATM കാർഡ് എടുക്കാന്ന് വെച്ചാൽ അയാളുടെ ഐഡന്റിറ്റി മോഷ്ടിക്കുക തന്നെ അർത്ഥം. രണ്ടാമെന്തുവാ? കമ്പ്യൂട്ടർ ഉപകരണങ്ങൾ വെച്ച് എന്ത് ചെയ്യുന്നു? ചീറ്റ് ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ട വകുപ്പാണെന്ത്? 66D, ഇല്ലേ? കമ്പ്യൂട്ടർ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ആൾക്കാരെ പറ്റിക്കുന്നു. അത് തന്നെ എന്താ? 66D വരും. അപ്പോൾ ഈ രണ്ട് വകുപ്പ് പ്രകാരം എന്താണ് ഈ കുറ്റം? കുറ്റമാണ്. അപ്പം ഇവിടെ 66 പറഞ്ഞിട്ടുള്ളൂ. കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ 66Cയും Dയും വരും കേട്ടോ. കറക്റ്റ് 66C ആണ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 66 ആണ് അവിടുത്തെ ആൻസർ.
അപ്പോൾ അടുത്ത ചോദ്യം എന്തോടെ? IT ആക്ട് പ്രകാരം ഒരാളുടെ യൂസർ നെയിം, പാസ്വേഡ് മുതലായ ചോർത്തുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നതിന് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എന്തെന്നില്ലയോ? അതായത് ഒരാളുടെ യൂസർ നെയിമും പാസ്വേഡും നമ്മൾ മോഷ്ടിക്കുന്നു, അത് ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു? അയാളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ കയറുകയോ അല്ലെ അയാൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു അതെല്ലാം നമ്മൾ ചെയ്യുകയും ചെയ്യുന്നു ഇല്ലയോ? അതൊക്കെ എത്ര വർഷം ശിക്ഷ കിട്ടാവുന്ന വകുപ്പാണ്? എത്ര വർഷമാണേ? 5 വർഷമാണോ? 3 വർഷമാണോ? 1 വർഷമാണോ? 3 വർഷമാണോ? 7 വർഷമാണോ? ഓപ്ഷൻ ബി ഏതാണ്? 3 വർഷത്തെ തടവ് ശിക്ഷ കിട്ടാം കേട്ടോ. എത്ര വർഷത്തെയാ? 3 വർഷത്തെ. അതായത് ഈ 66മായി ബന്ധപ്പെട്ട എല്ലാ വകുപ്പിനും എത്രയാണ്? 3 വർഷം വരെയാണ് പരമാവധി തടവെന്ന് പറയുന്നത്. 66മായി ബന്ധപ്പെട്ട് ഇതും 66മായി ബന്ധപ്പെട്ട ഒരു വകുപ്പാണ്. അപ്പോൾ അവിടെ എത്ര വർഷമാണ്? 3 വർഷത്തെ തടവാണ് നമുക്ക് കിട്ടാവുന്നത്. ഓക്കെ, ഓർത്തിരിക്കുക. നമ്മുടെ അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. എന്താണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ? ഓക്കെ, ഇലക്ട്രോണിക് രൂപത്തിൽ കുട്ടികളെ സംബന്ധിക്കുന്ന അശ്ലീലം പ്രദർശിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തിക്ക് തുടർച്ചയായി കുറ്റക്കാരനാണെന്ന് കാണുകയാണെങ്കിൽ IT ആക്ട് പ്രകാരം ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എന്ത്? അതായത് നേരത്തെ പറഞ്ഞില്ലേ, കുട്ടികളുമായി ബന്ധപ്പെട്ട അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് മാക്സിമം കിട്ടാവുന്ന ശിക്ഷ എന്തെന്ന്. അതേതാ വകുപ്പ് എന്ന് ഓർമ്മയുണ്ടല്ലോ? ഏതാ വകുപ്പ്? 66 അല്ല, 67B ആണ് വകുപ്പ്. ഓർമ്മയുണ്ടല്ലോ? 67B ആണ് ആ വകുപ്പ്. 67B. അപ്പോൾ ഈ വകുപ്പ് പ്രകാരം കുട്ടികളുടെ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്ന എന്താണ്? അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്ന എന്താണ്? തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയണേ, ഏതാ ഉത്തരം? വകുപ്പല്ല, ഏതാണ് ശിക്ഷ? കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞോളൂ, കുറെ മുന്നേ തൊട്ടേ പറയുന്നത്. ഏതാ? 3 വർഷം 10 ലക്ഷം ആണോ? 5 വർഷവും 5 ലക്ഷം ആണോ? 7 വർഷവും 5 ലക്ഷം ആണോ? 7 വർഷവും 10 ലക്ഷം ആണോ? ഏതാ ആൻസർ? നിങ്ങൾ പറഞ്ഞിരിക്കും. എന്താ ഉത്തരം? ഡി ആണ്. എന്ത്? 7 വർഷവും 10 ലക്ഷം പിഴയും. ഏതാണ്? 7 വർഷവും 10 ലക്ഷം രൂപയാണ് പിഴ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? 7 ലക്ഷവും 7 ലക്ഷം അല്ല, 7 വർഷവും 10 ലക്ഷം. ഇത് രണ്ടിനും ഇത് തന്നെ കേട്ടോ. 67Aക്കും ഇത് തന്നെയാണ്, 67Bക്കും അതേ വകുപ്പ് പ്രകാരം എന്താണ് ഈ പറയുന്ന കുറ്റം? 7 വർഷവും 10 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കുറേ ക്വസ്റ്റ്യൻ ഇങ്ങനെ പറഞ്ഞു ഇല്ലയോ? അപ്പോൾ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനുകളും ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ക്വസ്റ്റ്യനുകൾ ഞാൻ ഓരോ ക്വസ്റ്റ്യനും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഒന്നുകൂടെ ആ ക്വസ്റ്റ്യനുകൾ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഒന്നാമത്തെ അല്ല, ലാസ്റ്റ് പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസർ ഏതാണ് നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. ലാസ്റ്റ് അതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, നോക്കുക. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം അല്ലേ? എന്താണ് ക്ലാസ് കണ്ടിട്ട് നോക്കി എടുത്ത് വെക്കാം. ഓപ്ഷൻ ഏതാണ്? ഡി ആണ് ആൻസർ. ഓക്കെ, ഇനി ഇതിന് മുന്നേ പറഞ്ഞ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ആൻസർ അല്ലേ? ഓപ്ഷൻ ബി ആണ്. മൂന്നാമത്തെ ഓപ്ഷൻ കേട്ടോ. ബി അല്ല, ഓപ്ഷൻ തിരിഞ്ഞ് കിടക്കുകയാണ്. മൂന്നാമത്തെ ഓപ്ഷൻ. ഞാൻ ടിക്കറ്റ് അയക്കുന്ന ഓപ്ഷൻ മാത്രം നോക്കുക. ടിക്കറ്റ് അയക്കുന്ന ഓപ്ഷൻ ആണ് കറക്റ്റ് എന്ന് പറയുന്നത്. ടിക്കറ്റ് അയക്കുന്ന ഓപ്ഷൻ ആണ് കറക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ ഉത്തരം ഏതാ? 66. ഓക്കെ, ഓർത്തിരിക്കുക, 66. ഇതിന്റെ ഉത്തരം സൈബർ ടെററിസം. സൈബർ ടെററിസം. ഇതിന്റെ ഉത്തരം ഓപ്ഷൻ എ. ഇതിന്റെ ഉത്തരം ഏതാ? 67B. ഓക്കെ, ഉത്തരം 67B ആണ്. ഇതിന്റെ ഉത്തരം ബി. ഉത്തരം ബി ആണ്, നോക്കുക. ഇതിന്റെ ഉത്തരം സി ആണ്. ഇതിന്റെ ഉത്തരം ഏതാണ്? എ ആണ് ആൻസർ എന്ന് പറയുന്നത്. ഇതിന്റെ ആൻസർ എ ആണ്. ഇതിന്റെ ആൻസർ സി ആണ്. സി ആണ് അതിന്റെ ഓപ്ഷൻ ആൻസർ എന്ന് പറയുന്നത്. ഇത് ഉത്തരം വകുപ്പ് 66. ഓക്കെ, ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഇതാണ് ഏതാ? സി. 3 വർഷം തടവും അല്ലെങ്കിൽ 5 ലക്ഷം രൂപ പിഴയും. ഇത്രയാണ് നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യനുകൾ. ആ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്നുകൂടെ കാണിച്ചതേ ഉള്ളൂ. ഇത്രയും ക്വസ്റ്റ്യനുകൾ നമ്മൾ എന്ത് ചെയ്തു? പറഞ്ഞു. ഇത് എല്ലാം എന്താണ്? PSC പ്രീവിയസ് ഇയറിൽ ചോദിച്ച ചോദ്യങ്ങളായിരുന്നു. അപ്പോൾ ഒരുവിധമുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തു? ഇത് 2018 തൊട്ടുള്ള ചോദ്യങ്ങളുണ്ട് കേട്ടോ. 2018 തൊട്ടുള്ള ചോദ്യങ്ങളുണ്ട്. ഇപ്പോൾ 2024 വരെയുള്ള 25 വരെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാക്സിമം നമ്മൾ അതിനകത്തുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളെല്ലാം എന്ത് ചെയ്യുക? ഒന്ന് ജസ്റ്റ് വർക്കൗട്ട് ചെയ്തുകൊണ്ട് പോവുക. ഈ ചോദ്യങ്ങളുടെ ഉത്തരമെല്ലാം പഠിച്ചുകൊണ്ട് പോയാൽ ഈ വർഷത്തെ വരുന്ന, അതായത് ഇപ്പോൾ നമുക്ക് വരുന്ന, അതായത് ഇന്ന് നടക്കാൻ പോകുന്ന പരീക്ഷയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം? മാക്സിമം മാർക്ക് നമുക്ക് 2 മാർക്ക് നമുക്ക് IT ക്കുള്ളൂ, അറിയാലോ. 2 മാർക്കും കംപ്ലീറ്റ് ആണ് മേടിക്കാൻ നമുക്ക് എന്ത് ചെയ്യും? സാധിക്കും.
ഓക്കെ, അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായി നമ്മൾ വീണ്ടും എത്തുന്നതായിരിക്കും. അപ്പോൾ ഇത്തരം നല്ല നല്ല ക്ലാസ്സുകൾക്കായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഞങ്ങളുടെ ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുക. ആൻഡ്രോയിഡിനകത്ത് പ്ലേ സ്റ്റോറിനകത്തും ആപ്പിൾ സ്റ്റോറിനകത്തും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്ത് ആപ്പ് ഉപയോഗിക്കുക. ഇതുപോലുള്ള ഇഷ്ടംപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും നോട്ടുകളും മറ്റു കാര്യങ്ങളും എല്ലാം നമ്മുടെ ആപ്പിലുണ്ട്. ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ആപ്പ് അതിനകത്ത് അക്കൗണ്ട് എടുത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ബെനിഫിറ്റ് ആണ്. എല്ലാ എക്സാമുകളും ക്രാക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായിട്ട് കാണുന്നതായിരിക്കും. ബൈ.